ഇന്ന് ഒരു സ്വീറ്റ് ഡിസേർട്ടാണ്. കുഞ്ഞുകുട്ടി, ആബാലവൃദ്ധം എല്ലാവർക്കും ഇഷ്ടമുള്ള സേമിയ പായസം. അത് പക്ഷെങ്കിൽ ഒന്ന് കാരമലൈസ്ഡ് ഷുഗർ ചേർത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ബ്രൗൺ കളറിൽ കിട്ടും. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരെ വീണ്ടും സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യരുത്, അൺസബ്സ്ക്രൈബ് ആയിപ്പോകും. ആദ്യമായിട്ട് പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. 1 ലിറ്ററാണ് ഞാൻ പാലെടുത്തിരിക്കുന്നത്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് നല്ലത്, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം പാചകം ചെയ്യുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ഷുഗർ ഒന്ന് തയ്യാറാക്കി വയ്ക്കാം, കാരമലൈസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ 1 കപ്പ് ഷുഗറാണ് ഇടുന്നത്. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഷുഗർ ഉരുകി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഈ പാല് നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഞാനത് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. അതിൽ നിന്നും 1 കപ്പ് പാല് ഒന്നെടുത്ത് മാറ്റി വയ്ക്കണം. ഇതിൻ്റെ കളറ് കറക്റ്റ് ആകുന്നെങ്കിൽ നമ്മൾ സേമിയ പായസവും നല്ല കറക്റ്റ് കളറാവും. പഞ്ചസാര കരിഞ്ഞു പോയി കഴിഞ്ഞാൽ സേമിയ പായസവും പോക്കടിയായിപ്പോവും. ഈ ശർക്കരപ്പാനിയൊക്കെ ചെയ്യുമ്പം കൈയൊന്നും ഇട്ട് തൊട്ട് നോക്കരുത് കേട്ടോ, പൊള്ളിപ്പോവും. അനുഭവം ഗുരു എന്നൊക്കെ പറഞ്ഞ പോലെ ഒരിക്കൽ ഒരു മണ്ടത്തരം പറ്റിപ്പോയതാണ്. ഇതിപ്പം നല്ല തേനിൻ്റെ കളറായിട്ടുണ്ട്, ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. ഈ സമയത്തേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പാലില്ലേ, അത് കുറേശ്ശെയായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കണം. ആദ്യം ഒന്ന് കട്ട കെട്ടിയാലും അത് പിന്നീട് അങ്ങ് അലിഞ്ഞോളും. ഞാൻ തീ ഓഫ് ചെയ്തായിരുന്നേ. അതിനുശേഷം നമ്മൾ ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിയണം. അതിനുശേഷം പാൽപ്പാടയോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അരിച്ചെടുത്ത് നമുക്ക് സേമിയക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ലെവലായി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സേമിയ വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ആ പായസം ഉണ്ടാക്കുന്ന ആ പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് നട്ട്സ് ഒന്ന് വറുത്തെടുക്കണം. ഞാൻ റൈസിൻസ് പായസത്തിൽ ഇടാറില്ല, റൈസിൻസ് ഞാൻ ചേർക്കാറില്ല. നിങ്ങൾ ചേർക്കുമെങ്കിൽ ഇതിന് ശേഷം അതും കൂടെ ഒന്ന് ചേർക്കണം. അതൊന്ന് ഇട്ടതിന് ശേഷം അതൊന്ന് ഇങ്ങനെ ഒന്ന് സ്വെല്ല് ചെയ്ത് വന്നാൽ മതി, ഒരു ഫ്ലഫി ആയിട്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ആകുന്ന ഉടനെ നമുക്ക് കാഷ്യൂ അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ആ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് വേമിസെല്ലി, ആ സേമിയയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് കളർ മാറുക. നിങ്ങൾ റോസ്റ്റ് ചെയ്തതാണ് വാങ്ങിച്ചതെങ്കിൽ പോലും ഒന്ന് റോസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എന്തെങ്കിലും സജഷൻസോ കറക്ഷൻസോ ഒക്കെ ഉള്ളത് കമൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. ചുരുക്കം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അറിയിക്കുക. ഇതിലേക്ക് നമ്മൾ ആ മാറ്റി വെച്ച 1 കപ്പ് പാലുണ്ടല്ലോ, അതൊഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അതിനോടൊപ്പം 1 കപ്പ് വെള്ളം കൂടെ. ഉരുക്കിയ പഞ്ചസാര ചേർക്കാതെ വെറും പാലിനകത്തും വെള്ളത്തിനകത്തുമാണ് ഈ സേമിയ വേവിക്കുന്നത്. ഇതിങ്ങനെ വെന്ത് വരുന്ന ഉടനെ, ഇത് സാഗോ സീഡാണ്, ഇത് വെന്തതാണ്. ഞാൻ ഓൾറെഡി വേവിച്ചിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ഇടുകയാണ്. ഇത് പ്യുവർലി ഓപ്ഷനിലാണ്. ഇതിനൊരു പൊലിപ്പ് വരാൻ വേണ്ടി ചെയ്തതാണ്. നിങ്ങൾക്ക് വേണ്ട എങ്കിൽ വേണ്ട. ഇത് ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞു. ഇതിലേക്ക് ഞാനിനി പഞ്ചസാര ചേർത്ത് കാരമലൈസ് ചേർത്ത് പാലില്ലേ, ആ പാൽ ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചൗരി ഇടുമ്പോഴത്തേന് പായസത്തിന് വോളിയം കുറച്ചൊന്ന് കൂട്ടാൻ പറ്റും. പിന്നെ അത് കാണാനും നല്ല രസമാണ്. ഇനി ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴത്തേന് കുറച്ചുകൂടെ തിക്കാവും. ഒരു അല്പം ഏലക്കാപ്പൊടി, അതിലേക്ക് 1 നുള്ളുപ്പ്, 1/8 ടീസ്പൂൺ. അപ്പോൾ അതും കൂടി ഇളക്കണം. അപ്പോൾ അത് തിക്കായി വരുന്നുണ്ടോ? ഇച്ചിരി കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ തിക്കാവും. അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട് ഇട്ട് ഗാർണിഷ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടില്ലേ? കണ്ടാൽ ഇഷ്ടപ്പെടുമല്ലോ അല്ലേ? നോക്ക്. അപ്പോൾ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു അധ്യായവുമായി, മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്.